ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. എനിക്ക് മോട്ടിവേഷൻ വീഡിയോസ് ഇഷ്ടമാണ്. ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ ഒരുങ്ങുന്ന കാര്യം. അത് ഏത് പ്രായം എന്നൊന്നുമില്ല. ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരാണ് ഒരുക്കുന്നത്. കൂടുതൽ അമ്മമാരാണ് കുട്ടികളെ ഒരുക്കുന്നത്. ചില വീടുകളിൽ അച്ഛന്മാരും ഒരുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മളെ ഒരുക്കുന്നുണ്ട്. ഒരുക്കി സുന്ദരിയാക്കി അല്ലെങ്കിൽ സുന്ദരന്മാരാക്കി കൊണ്ടുപോകും. പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് കൂടുതൽ ഒരുക്കുന്നത്. അപ്പോൾ സ്ത്രീകളായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒരുങ്ങാറാകുമ്പോൾ ഓരോരുത്തരുടെ ഒരു നേച്ചർ അനുസരിച്ച് ചിലർക്ക് ഒരുങ്ങുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് അത്ര ഒരുങ്ങുന്നത് ഇഷ്ടമല്ല. പക്ഷേ അത് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് പിന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർ ഒരു സ്റ്റേജ് കഴിഞ്ഞാലും ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. അതിനെന്താ കുഴപ്പം? പക്ഷേ ആൾക്കാർ പല രീതിയിലാണ് അതിൽ പ്രതികരിക്കുക. ഒരു പ്രായം കഴിഞ്ഞ് ഒരുങ്ങുമ്പോൾ പറയും, കല്യാണം കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങിയാൽ പറയും, കല്യാണം കഴിഞ്ഞ് ഇനി എന്തിനാ ഒരുങ്ങി നടക്കുന്ന, ആരെ കാണിക്കാനാണ് എന്നൊക്കെ വിളിച്ചാൽ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവില്ലേ കമൻ്റ് അടി. പിന്നെ ചില ആൾക്കാർ കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ പറയും, മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു, എല്ലാം കഴിഞ്ഞു, ഇനി എന്തിനാ ഒരുങ്ങി നടക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയവർ ഇങ്ങനെയുള്ളവരെ കുറിച്ചുമൊക്കെ വളരെ മോശമായിട്ട് ആൾക്കാരിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇവരെന്തിനാണ് ഇനി ഒരുങ്ങുന്നത്? അപ്പോൾ ഒരു പ്രായമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒക്കെ അനുസരിച്ചിട്ടാണോ ആൾക്കാർ ഒരുങ്ങേണ്ടത്? ഒരാളുടെ ഇഷ്ടമാണ് ഒരുങ്ങുക എന്നുള്ളത്. എങ്ങനെ ഒരാളെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് അല്ലേ. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരുങ്ങുന്ന കാര്യം നന്നായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നല്ലതായിട്ടിരിക്കുക എന്നുള്ളത് ഒരാളുടെ കോൺഫിഡൻസാണ്. ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ വേറൊരാൾ കാണാനല്ലെങ്കിൽ പോലും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മൾ നന്നായിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസാണത്. ഓക്കെ, ഐ എം ഗുഡ് എന്ന് സെൽഫ് തോന്നുക, അതാണ് ഏറ്റവും പ്രധാനം. അത് എങ്ങനെ ഒരുങ്ങണം, ഏത് രീതിയിൽ പോകണം, എത്ര എക്സ്ട്രീം വരെ ഒരുങ്ങാം, എന്ത് വേഷം, അതൊക്കെ ഇറ്റ്സ് ഓൾ പേഴ്സണൽ. അത് മറ്റുള്ള ഒരാൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, എനിക്ക് തന്നെ ഇഷ്ടംപോലെ കമൻറ്റ്സ് വരാറുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ സാരി ഉടുക്കുന്ന കാര്യത്തിലും ബ്ലൗസിൻ്റെ കാര്യം പറയുമ്പോൾ പലരും പല രീതിയിലുള്ള കമൻറ്റ്സ് ഇടാറുണ്ട്. ഓക്കെ, ബ്ലൗസിന് കുറച്ചുകൂടെ നീളം വെച്ചുകൂടെ, ഇറക്കം കൂട്ടി ചെയ്തതോ, കൈ നീളം വേണം, പിന്നെ പല അഭിപ്രായമാണ്. എനിക്ക് പഫ് സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഷോർട്ട് സ്ലീവാണ് ഇഷ്ടം. എനിക്ക് ജനറലി സ്പീക്കിംഗ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമാണ്, ഇപ്പോഴല്ല പണ്ട് തൊട്ടുള്ള ഇഷ്ടമാണ്. എനിക്ക് ചെറിയ സ്ലീവ്, ഇത്രയുള്ള സ്ലീവ് ഇഷ്ടമാണ്, പഫ് സ്ലീവ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ലോങ് സ്ലീവ് ഇഷ്ടമാണ്, ഫുൾ ലെങ്ത്ത് അല്ലെങ്കിൽ 3/4. എനിക്ക് സത്യം പറഞ്ഞാൽ എൽബോ വരെയുള്ളത് കമ്പാരിറ്റീവ്ലി ഇഷ്ടക്കുറവാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് ഇടുമ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ വാങ്ങുമ്പോൾ അങ്ങനത്തെ കൈയാണ് കിട്ടുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്ക് അതാ ചേരുന്നതെന്ന് പറയും. അപ്പോൾ ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. പിന്നെ ബ്ലൗസിൻ്റെ ഇറക്കത്തിൻ്റെ കാര്യം പറയാനാണ്, അത് എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ശരീരമൊക്കെ കുറച്ചുകൂടെയൊക്കെ വണ്ണം വെച്ചു. ഞാൻ സ്ലിം ആയിരുന്ന സമയത്തും അങ്ങനെയാണ് എൻ്റെ ഒരു അളവ്. അപ്പോൾ അതെനിക്ക് കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ബ്ലൗസ് ഇറക്കിയാൽ ഓക്കെ, എനിക്ക് റൗക്ക പോലെ തയ്ച്ചിട്ടായിരിക്കും വേണമെങ്കിൽ, എന്നാൽ പിന്നെ ബ്ലൗസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു സ്കേർട്ടിൻ്റെ ബ്ലൗസ് പോലെ നമുക്ക് എന്താ പറയുക, ഹിപ്പ് വരെ വരുന്ന അത്രയും ബ്ലൗസ് അങ്ങനെ ഇടാം. അതൊരു പാറ്റേൺ ആണ്. പക്ഷേ എല്ലാ ബ്ലൗസും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? കഴുത്ത് കയറിയ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. എന്തെല്ലാം നെക്കുണ്ട് അല്ലേ, നെഹ്റു കോട്ടിൻ്റെ പോലത്തെ നെക്കുണ്ട്, ഒരുപാട് നെക്സ് ഉണ്ട്, വി ഷേപ്പ് ഉണ്ട്, പിന്നെ ബോട്ടിൽ നെക്കുണ്ട്, പിന്നെ എന്താ പറയുക, കുറേ നെക്സ് പല പാറ്റേൺസും ഇപ്പോൾ ഇഷ്ടംപോലെ പാറ്റേൺ ഇല്ലേ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ ഓരോരുത്തരെക്കുറിച്ചും ഓരോരുത്തരിടുന്ന ഡ്രസ്സിനെ കുറിച്ച്, ഇപ്പോൾ സാരിയാണോ ചേരുന്നത് അല്ലെങ്കിൽ ചുരിദാറാണോ ചേരുന്നത് അല്ലെങ്കിൽ സ്കേർട്ടാണോ ചേരുന്നത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അത് നിങ്ങളത് ഇട്ടാൽ നല്ലതാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നിങ്ങളിട്ടാൽ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. എന്നെക്കുറിച്ച് പറയുന്ന കാര്യം മാത്രമല്ല പറയുന്നത്, ജനറലി നിങ്ങളിൽ പലരും പറയുന്ന കാര്യങ്ങളായിരിക്കാം അത്. അപ്പോൾ അത് ഒരു സൈഡാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മൾ ഒരുങ്ങുന്നത് നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചും നമ്മുടെ ഒരു തൃപ്തിക്കും വേണ്ടിയാണ്, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ജനറലി എനിക്ക് പറയാനുള്ളത്. എങ്ങനെ ഒരുങ്ങിയാലും, എക്സ്ട്രീമിൽ ഒരുങ്ങിയാലും മോശമായിട്ട് ഒരുങ്ങിയാലും പുറത്ത് പോകുമ്പോൾ കുറച്ച് പ്രസൻറ്റബിളായിട്ട് പോവുക. ഓക്കെ, കുറച്ച് എക്സ്ട്രീം ആയതുകൊണ്ട് ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. അത് നമുക്കത് മറ്റുള്ളവരുടെ തുറിച്ചു നോട്ടമൊക്കെ കാണാൻ ഓക്കെ, കുഴപ്പമില്ലാത്ത സ്കിന്നൊക്കെ എന്താ പറയുക, തൊലിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴും ഒരു മരണത്തിന് പോവുകയാണെങ്കിലും രണ്ടും വ്യത്യാസമുണ്ട് ഡ്രസ്സിങ്ങിൻ്റെ പാറ്റേൺ ഇല്ലേ. ആ കാര്യം മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മൾ പോകുന്ന ഒക്കേഷൻ കൂടി നോക്കുക, അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും, ഇപ്പോൾ ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ഒരുങ്ങി പോകുന്ന വെച്ചാൽ ഒരു
എന്താ പറയുക, ഷൂട്ടല്ലേ. അപ്പോൾ ഒരു ഫ്രെയിമിനകത്ത് നിന്ന് നിങ്ങൾ എത്ര പേര് കാണുന്നതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരുങ്ങി പോകുന്നത് തന്നെയല്ലേ നല്ലത്. ഞാൻ വളരെ കാഷ്വലായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫ്രെയിമിൽ അത്ര നന്നാവില്ല. അപ്പോൾ നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ അത് ക്യാമറയിൽ വരുമ്പോൾ അത്ര നന്നാവില്ല. അതുകൊണ്ട് എപ്പോഴും അല്പം ഒന്ന് ഒരുങ്ങി തന്നെയാണ് പോകേണ്ടത്. പിന്നെ ഒരു സീൻ ബ്യൂട്ടി എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, എവിടെ അമ്പലത്തിലാണ് പോകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ എന്തിനു പോകണു, എവിടെ പോകണു, അവിടുത്തെ കളർ കോഡ് എന്താണ്, പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കടലിൻ്റെ സ്ഥലമാണ്, അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് കളർ സ്കീം എടുക്കുക, അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഇടുക. ചിലപ്പോൾ കാഷ്വൽ ആയിട്ടുള്ള, ചിലപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രെക്കിങ്ങും അങ്ങനെ നടത്താൻ കാര്യങ്ങൾ കുറച്ചുണ്ടെങ്കിൽ ഇപ്പോൾ ജീൻസും ഷർട്ടോ ടോപ്പോ ഒക്കെ ഇടുന്നതിൽ അതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ ബീച്ച് സൈഡാണെങ്കിൽ ചിലപ്പോൾ ഒരു 3/4 ഡ്രസ്സായിരിക്കാം. അതായത് സഭ്യമായ രീതിയിലുള്ള ഇത് കാര്യം ചെയ്യാമല്ലോ നമുക്ക്, ഒരുപാട് കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുന്ന സീനൊക്കെ ആണെങ്കിൽ, നമുക്ക് ഇറങ്ങേണ്ടി വരികയാണെങ്കിലും നമ്മൾ കൂടുതലും ബ്ലാക്ക് കളറിലെ ടീഷർട്ട്സ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, പോകാമല്ലോ. അപ്പോൾ ഇനി അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ബ്ലാക്ക് തന്നെ ഉണ്ടോ, ഇനി അതല്ല ലൈറ്റർ ഷെയ്ഡ് ഇട്ട് പോകണമെന്നുള്ളവർക്ക് അങ്ങനെയും പോകാം. ഞാൻ എൻ്റെ പ്രിഫറൻസസ് ആണ് പറയുന്നത്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെയാണെങ്കിലും ഇഷ്ടംപോലെ ബോഡി ഷേമിംഗ് എന്നുള്ളത്, ഇൻ ദ സെൻസ് ഈ ഡ്രസ്സിനെ കുറിച്ച് എന്നെ ഒരുപാട് വിമർശിക്കുന്നവരുണ്ട്. ഞാൻ കുറച്ച് എക്സ്പോസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. മനഃപൂർവ്വമായ എക്സ്പോസിങ് അല്ല അത്, പക്ഷേ എൻ്റെ ഒരു ഡ്രസ്സിങ് പാറ്റേൺ അനുസരിച്ചിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ നടക്കുന്നത്. എൻ്റെ ബോഡി സ്ട്രക്ചർ ചിലപ്പോൾ അങ്ങനത്തെ, ഞാൻ സാരി ഉടുത്താൽ, ഞാനിനി എങ്ങനെ സാരി ഉടുത്താലും എൻ്റെ ഒരു ഷേപ്പും സൈസും അനുസരിച്ചിട്ട് അതങ്ങനെയൊക്കെ തന്നെ ഇരിക്കുകയുള്ളൂ. ഒരുപാട് അങ്ങോട്ട് കവർ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫുള്ള് കവേർഡായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, കുറച്ചുകൂടെ ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നും, വൃത്തികേടായിരിക്കുള്ളൂ. അത് എനിക്കറിയാമല്ലോ, ഞാൻ കണ്ണാടി നോക്കുന്ന ആളാണല്ലോ. അത് മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ കംഫർട്ട് ലെവലിലാണ്. ഇത് ഇന്നലെ തുടങ്ങിയ പാറ്റേൺ അല്ല, ഞാൻ സാരി ഉടുത്ത് തുടങ്ങിയ കാലം തൊട്ടിങ്ങനെ തന്നെയാണ്. ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ സാരി ഉടുത്ത് തുടങ്ങിയത്. ബിക്കോസ് അന്ന് എനിക്ക് എത്ര വയസ്സ്, ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞിട്ട് 21 വയസ്സ്. അപ്പോൾ ആ സമയത്ത് കമ്പൽസറി ആയിരുന്നു ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും സാരിയാണ് യൂണിഫോം എന്ന് വെച്ചാൽ അതേ ഉടുക്കാൻ പറ്റുള്ളൂ. ഇഷ്ടമുള്ളതിന് സാരി ഉടുക്കാം, ബട്ട് ഓൺലി സാരീസ്, നോ അതർ ഡ്രസ്സ്. അപ്പോൾ ആ കാലം തൊട്ട് ഞാൻ സാരി ഉടുക്കുന്ന ആളാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഒരു കമ്പൽസറി ഇല്ല. ഇപ്പോൾ എല്ലാ ഡ്രസ്സും ഇടാം. ഇപ്പോൾ യൂണിഫോം ഉണ്ട് ആക്ച്വലി പറഞ്ഞാൽ, അവർക്കല്ലാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മറ്റു കളർ ഡ്രസ്സ് ഇടാം. പക്ഷേ അന്ന് ഇങ്ങനെയായിരുന്നു പാറ്റേൺ. അതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ സാരി ഉടുത്തതുകൊണ്ട് ഞാൻ സാരി ഉടുത്ത് നല്ല എക്സ്പേർട്ടായി പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ എനിക്ക് വെരി കംഫർട്ടബിളാണ് സാരി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം. അതുപോലെ നിങ്ങൾ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ പല ആൾക്കാരും ഞാനിപ്പോൾ ഹെയർ സലൂണിലൊക്കെ പോകും, ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. അവിടെ വന്ന് ഹെയർ ടേക്ക് കെയർ ചെയ്യുന്നതും പിന്നെ പെഡിക്യൂർ ചെയ്യുന്നവർ, ഇഷ്ടംപോലെ ഫേഷ്യൽസ് ചെയ്യുന്നവർ, എല്ലാവരും എല്ലാം നോക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്ന്, ഹെയർ ഒക്കെ സൂക്ഷിക്കുന്നുണ്ട്. അത് ഏത് പ്രായം എന്നുണ്ട്, അവിടെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും ചെയ്യാമല്ലോ. എല്ലാവരും വളരെ നല്ല ഭംഗിയായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന, സെൽഫ് കെയർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ചെയ്തു വരുന്നത് കാണുന്നത് ഒരു സന്തോഷമല്ലേ എല്ലാവർക്കും. മറ്റുള്ളവരെന്താ തിങ് ഓഫ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കാണാനും ഇഷ്ടമാണല്ലോ. പിന്നെ എന്താ പറയേണ്ടത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല ചെയ്യേണ്ടത്, നമുക്കും കൂടെ ഒരു തൃപ്തി കിട്ടാനാണ്. മറ്റുള്ളവർ കാണുമ്പോൾ പ്രസൻറ്റബിൾ ആയിരിക്കുക, അത് നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലത്, അത്രയും സന്തോഷം. പക്ഷേ കണ്ണാടി നോക്കുമ്പോൾ നമുക്കും കൂടെ ഒരു സന്തോഷം വേണ്ടേ, അതാണ് പ്രധാനം. പിന്നെ എനിക്ക് പറയാനുള്ള ആ പോയിന്റിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ്, അതായത് ഈ ഒരുക്കം, ഡ്രസ്സിങ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കൂടെ പറയാം. നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനകത്തൊരു ചെറിയൊരു കാര്യമുണ്ട്. അതായത് ചില ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കുന്നവരെ നല്ല ഗ്രൂംഡ് ആയിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞായി അതെല്ലാം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഡ്രസ്സിങ്ങിനുള്ള ഇൻട്രസ്റ്റേ പോകും. നമ്മളെ അപ്കീപ്പ് ചെയ്യുന്ന കാര്യം, ഗ്രൂം ചെയ്യുന്ന കാര്യം, നമ്മുടെ സെൽഫ് കെയറിൻ്റെ കാര്യം, ഇതെല്ലാം വിട്ടുപോകും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ. എന്തിനാണെന്ന് വെച്ചാൽ അവർ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തിനാ, കല്യാണം കഴിഞ്ഞ് പിള്ളേരായി എല്ലാം കഴിഞ്ഞു, ഇനി ആരെ കാണിക്കാൻ, ഇനിയിപ്പോൾ നമ്മളെ ആര് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഉഴപ്പ് സ്റ്റൈലിലേക്ക് പോകും. ഓക്കെ, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. അതിലൊരു പ്രധാന കാര്യമുണ്ട്. ഒരു നല്ല ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഈ ഭാര്യ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും ഭർത്താവ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം അടുത്ത് കഴിഞ്ഞു എങ്കിൽ പോലും കുട്ടികളായി കുറച്ച് കാലക്രമേണ, അതായത് മേ ബി ആഫ്റ്റർ ഒരു 10 years ഓഫ് മാരേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് ഇനി എന്താ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം. കാല് മുതൽ തല വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓക്കെ,
നമ്മുടെ സൗന്ദര്യം, ഒറിജിനൽ സൗന്ദര്യം എന്താണ്, നമുക്ക് എന്താണ് ഏതാണ് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഇനി ആരെ കാണിക്കാനാണ്? ഭാര്യ വിചാരിക്കും ഭർത്താവിനെല്ലാം അറിയാമല്ലോ, ഇനിയിപ്പോൾ പുള്ളിക്കാരന് വേണ്ടി ഞാൻ ഒരുങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെയാണ് എന്നെ അറിയാം, അതുകൊണ്ട് ഓക്കെയാണ്. ഭർത്താവും അതുപോലെ വിചാരിക്കും ഭാര്യയ്ക്ക് എന്നെക്കുറിച്ചെല്ലാം അറിയാമല്ലോ, ഇനിയിപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ഇനി ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ, ഞാൻ നല്ല ഫിറ്റായിരിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ തോന്നലുകൾ വരും രണ്ട് കൂട്ടരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നു? രണ്ടുപേരും ഉഴപ്പും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് അകാലമായ ഒരു വാർദ്ധക്യമാണ് വിളിച്ചു വരുത്തുന്നത്. നല്ല ഷേപ്പ്ലി ആയിട്ട് നടക്കേണ്ട ആൾക്കാർ, ആണുങ്ങളുടെ സൈഡിലാണെങ്കിൽ കുടവയറും ചാടി, ബോഡി ഫിറ്റ് അല്ലാണ്ടായി, ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് പല കാര്യങ്ങളും വരും. അപ്പോൾ ഇപ്പോൾ മുടി പോകുന്നതൊന്നൊരു വലിയ വിഷയമല്ല, കാര്യം അത് നമുക്ക് ഹെറിഡിറ്ററിയാണ്, ചിലപ്പോൾ തലമുടി കഷണ്ടി വരാം പക്ഷേ എപ്പോഴും ഫിറ്റായിരിക്കുക, നന്നായിരിക്കുക, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഭാര്യയ്ക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രസ്സ് ചെയ്ത് നടന്നാൽ മതി, പുറത്ത് പോകുമ്പോൾ ഓക്കെ ഡ്രസ്സ് ചെയ്യും, പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോഴും ഒരു കാഷ്വലായിട്ട്, തീരെ കാഷ്വലായിട്ട് നിന്നാലും വൃത്തിയും നല്ല ഒരു പ്രസൻറ്റബിളായിട്ട് നിൽക്കണം. നമ്മൾ സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്ന കാര്യം അതാണ്. ഭർത്താവാണെങ്കിൽ പോലും, ഭർത്താവിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഭർത്താവിന് എപ്പോഴും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഭാര്യയിൽ നിലനിർത്തി പോകണം എന്നുണ്ടെങ്കിൽ ഭാര്യ എപ്പോഴും സെൽഫ് ഗ്രൂംഡ് ആയിരിക്കണം, സെൽഫ് കെയർ ചെയ്യുന്ന ആളായിരിക്കണം. എന്നോട് എന്തായാലും ഒരു ഇഷ്ടമുണ്ടാകും എന്ന് എല്ലാ ഭാര്യമാർക്കും തോന്നാം. ഭർത്താക്കന്മാർ അത്രയും സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലും അല്ലാത്തവരും എന്തായാലും ഞാൻ ഭാര്യയല്ലേ, എന്നോട് ഇഷ്ടം ഉണ്ടാവാതിരിക്കുമോ, എന്നെ നല്ല സുന്ദരിയായിട്ട് കണ്ടിട്ടുള്ള ആളല്ലേ, അപ്പം പിന്നെ എന്താ കുഴപ്പമെന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല, കാലക്രമേണ ഞാൻ പറയുന്നതിൽ എക്സെപ്ഷൻസ് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇതൊരു ജനറൽ റൂളായിട്ട് ഞാൻ പറയുന്നില്ല, ജനറൽ റൂളായിട്ട് പറയാം, എങ്കിലും ഞാൻ എക്സെപ്ഷൻസിനെ മാറ്റി നിർത്തുന്നു. ഇതൊന്നും ഇല്ലാതെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, എങ്കിലും ഒരു അട്രാക്ഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്, പരസ്പരമുള്ള ഒരു അതിനെന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കെമിസ്ട്രി എന്ന് പറയില്ലേ, അത് ആ സാധനം പല മാരീഡ് ലൈഫിലും മിസ്സിങ് ആണ്. ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കെല്ലാം തികഞ്ഞതാണെന്ന് തോന്നാം, പക്ഷേ കെമിസ്ട്രി ഇസ് ഓൾവേസ് മിസ്സിങ്. ഇതൊരു 75% എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതിൽ നിന്നും എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പറഞ്ഞു വരുന്നത്, ഒരു 75% ആൾക്കാരുടെ ഇടയിലും മാരീഡ് ലൈഫിൽ വിവാഹിതരായി ജീവിക്കുന്നവർ കുറേ വർഷങ്ങൾ കഴിയും തോറും ആ കെമിസ്ട്രി എന്നുള്ളൊരു സംഭവം നഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല പല കാരണങ്ങളുണ്ട്. വീട്ടിലുണ്ടാകുന്ന സംസാരങ്ങൾ, സാഹചര്യങ്ങൾ, പല കുടുംബ പ്രശ്നങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പല 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 കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതും ഒരു കാരണമാണ്. ഒരു അട്രാക്ഷൻ വരുന്ന രീതിയിലായിരിക്കില്ല പരസ്പരം അവരെ കെയർ ചെയ്ത് നടക്കുന്നത്. ഭാര്യയാണെങ്കിലും ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ഭർത്താവാണെങ്കിലും അതുപോലെ. ജീവിത പ്രാരബ്ധങ്ങളുണ്ടാകാം, ഇതൊന്നും ചിലപ്പോൾ ചിന്തിക്കാൻ പോലുമുള്ള സമയം ഉണ്ടാവില്ല. കുട്ടികളെ വളർത്തണം, സാമ്പത്തിക ബാധ്യതകൾ, വീട് നടത്തിക്കൊണ്ടു പോകണം, പിന്നെ പ്രൊഫഷണൽ ലൈഫ്, ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എങ്കിൽ പോലും നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ഈ വക കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അട്രാക്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ വൺ ഓഫ് ദ റീസൺ ഇതാണ്. അത് കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം. പക്ഷേ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സും എല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഒരു നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പക്ഷേ ഈ കെമിസ്ട്രിയൊക്കെ നഷ്ടപ്പെടാൻ ഒരു മോശപ്പെട്ടൊരു സംസാരം ഉണ്ടായാൽ പോലും നഷ്ടപ്പെടില്ല. ഇപ്പം ബെഡ്റൂമിൽ ഇരുന്ന് ആയിരിക്കും സംസാരിക്കുക, രാത്രി കിടക്കാൻ പോകുമ്പോൾ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, മക്കളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, വീട്ടുകാരെക്കുറിച്ച് പറയുമ്പോൾ, ഇതൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു അടിപിടി വഴക്കിലേക്കായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ആ സംസാരം ഇഷ്ടപ്പെടാണ്ട് വരുമ്പോൾ അവിടെ തീരുകയാണ് ആ കെമിസ്ട്രി. അന്നേരത്തെ ആ മൂഡൊക്കെ പോകും, മനസ്സിലായി, ഒരു മൂഡ് മാറി ഇങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ എന്താകും, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലേ. ഒരു എന്താ പറയുക, ഒരു പുറമേ കാണുമ്പോൾ ഉള്ളൊരു ദാമ്പത്യത്തിനപ്പുറത്തേക്ക് ഇല്ലാണ്ടാകും. അപ്പോൾ ഇത് ഈ ഫിസിക്കൽ അപ്പിയറൻസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാകണം. ആദ്യ കാലത്തുണ്ടായിരുന്ന അതേ അട്രാക്ഷൻ തന്നെ അവസാനം വരെയും കൊണ്ടുപോകാൻ നോക്കണം എന്നുണ്ടെങ്കിൽ അന്നിരുന്ന പോലെ അതേ സൗന്ദര്യത്തിൽ ചിലപ്പോൾ ഇരിക്കണം എന്നില്ല, എന്നാലും തീരെ മോശമാകാത്ത രീതിയിൽ അത് നമ്മുടെ മിടുക്ക് കൊണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ആരും മോശക്കാരെല്ലാവർക്കും അവരവരുടേതായ ഒരു സൗന്ദര്യമുള്ള ആൾക്കാരുടെ എവരിബഡി ഹാസ് ഗോട്ട് ബ്യൂട്ടി. അത് തിരിച്ചറിയാനും അത് ഹൈലൈറ്റ് ചെയ്യാനും അത് സൂക്ഷിക്കാനും ശ്രമിക്കുകയാണ് വേണ്ടത്, ആണായാലും പെണ്ണായാലും എന്നാണ് എൻ്റെ ഒരു സ്റ്റഡി. ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ജീവിത പ്രാരബ്ധത്തിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങളും മിസ്സായി പോകും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും മനഃപൂർവ്വമായിട്ട് ഇനിയുള്ള ജനറേഷനിലെ ആൾക്കാരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പോൾ പക്ഷേ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് കാര്യം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു 50 വയസ്സായ ലേഡീനെ കണ്ടാലും ആ പ്രായം തോന്നില്ലല്ലോ, നല്ല ഗ്രൂംഡ് ആയിരിക്കും. അതുപോലെ ആണുങ്ങളും കുറേയൊക്കെ ശ്രദ്ധിക്കുന്നു. പക്ഷേ ആണുങ്ങളെ കാട്ടി കൂടുതൽ പെണ്ണുങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്.
ഇപ്പം ഞാൻ കാണുന്ന ഫാമിലീസിൽ ഒരുപാട് പേരെ ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ പല സ്ഥലത്തും കാണുമ്പോൾ ഒരു കപ്പിൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു 50 വയസ്സ് 40 to 50 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 35 മുതൽ 50-55 വയസ്സുള്ള ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരെ കാണുമ്പോഴും ഭാര്യമാർ നല്ല യങ് ലുക്കിംഗ് ആയിരിക്കും ഹസ്ബൻഡ്സിനെ കാട്ടിലും. കാര്യം അവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒരു അപ്പിയറൻസൊക്കെ. അപ്പിയറൻസ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, നമ്മളെങ്ങനെയാണോ അത് നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കണം. പ്രായമൊക്കെ ആകും, പല കാര്യങ്ങളും നമുക്ക് പണ്ടത്തെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, മിസ്സിങ് ആവും. എങ്കിലും നമ്മുടെ ആ ചാം നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവർക്കും പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വ്യായാമം, പിന്നെ നമ്മുടെ ഉറക്കം പറ്റുന്ന പോലെയൊക്കെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, പറ്റുന്നവർക്കൊക്കെ ഉറങ്ങാൻ പറ്റിയാൽ ഉറങ്ങിയാൽ ഏറ്റവും നല്ലത്, ആവശ്യത്തിന് 8 മണിക്കൂർ ഉറങ്ങും. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ ഈ സൗന്ദര്യ സംരക്ഷണം, സ്കിൻ ഹെയർ കെയർ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബുധനാഴ്ചകൾ മാറ്റി വെച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ സ്കിൻ കെയർ കാര്യങ്ങൾ, അതിനൊക്കെ ഒരു സമയം ഒരു ദിവസം മാറ്റി വയ്ക്കുക കേട്ടോ. ഇത് ആരെ കാണിക്കാനാണ്, ആരും കാണാനില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് വീട്ടിലൊരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു അപ്രിസിയേഷൻ വരണം. പിന്നെ നമുക്ക് കണ്ണാടി നോക്കിയാൽ സന്തോഷം തോന്നണം. നമുക്കൊരു കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഡിപ്രഷനല്ല വരേണ്ടത്, നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് വരേണ്ടത്. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാമിലി ലൈഫ്, ഒരു ദാമ്പത്യത്തിലെ കെമിസ്ട്രിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെയും കൂടി ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറ്റം പറയുന്നവർ കുറ്റം പറയുന്നു, ഇത് ആരെ കാണിക്കാനാണ് വേഷം കെട്ടി നടക്കുന്നത്. വയസ്സായില്ലേ, അങ്ങനെ ആയില്ലേ, ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ പറയാൻ 100 ആൾക്കാരുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യരുത്, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളല്ലേ തീരുമാനിക്കണം നമ്മളെങ്ങനെ എടുക്കണം. നല്ല അത്യാവശ്യം തൊലിക്കെട്ടി വേണം എന്നാണ് ഞാൻ പറയുന്നത്. ആരെന്ത് പറഞ്ഞാലും അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കേട്ട്, നമ്മുടെ മുഖത്ത് നോക്കി ചിലപ്പോൾ പറയില്ല, നമ്മുടെ ഫേസ് ടു ഫേസ് ചിലപ്പോൾ പറയില്ല, പക്ഷേ നമുക്കറിയാമായിരിക്കും നമ്മുടെ പിന്നിൽ സംസാരിക്കുന്നവരുണ്ടാകാം, മറ്റുള്ളവരോട് ഗോസിപ്പ് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ ഇതൊന്നും കേൾക്കാനും പോകാനും ഒന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. പറയും എന്നുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. പറയാം, ഓക്കെ, അത് മനസ്സിലാക്കി തന്നെ പോയാൽ മതി. ഇഫ് യു ആർ ഹാപ്പി, നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ തൃപ്തരാണ്, നമ്മൾ വേറെ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നതിൽ തെറ്റി. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതി. നമ്മുടെ കാര്യം നോക്കുന്നതിൽ മറ്റുള്ളവർ കുറ്റം പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ബി കൂൾ. നമ്മൾ ഹാപ്പിയാണോ അത്രേ മതി. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വന്ന് പറയുക. ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണിത്. കമൻറ്റ് ബോക്സിലേക്ക് വരിക. കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. I love you all.